മാങ്ങാട്ടടം പഞ്ചായത്തിൽ സഞ്ചാരയോഗ്യമായ പാതയില്ലാതെ നിരവധി കുടുംബങ്ങൾ പെരുവഴിയിൽ. നിർമ്മലഗിരി 11-ാം മൈലിൽ നിന്നും കുറുമ്പക്കൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന ഈ വഴിയിൽ നല്ല നടപ്പാത പോലുമില്ലാതെ വിഷമിക്കുകയാണ് പ്രദേശവാസികൾ. നിലവിലുള്ള വഴിയിലൂടെ അതിസാഹസികമായാണ് പ്രദേശവാസികൾ കടന്നുപോകുന്നത്. നിർമ്മലഗിരി 11-ാം മൈലിൽ നിന്നും കുറുമ്പക്കൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന എളുപ്പമാർഗമായ ഈ വഴിയിൽ സഞ്ചാരയോഗ്യമായ പാതയില്ലാതെ വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികൾ. ഈ വഴിയിലൂടെ യാത്ര ചെയ്യാം, എന്നാൽ ജനങ്ങൾ അല്പം സാഹസികത പഠിക്കേണ്ട അവസ്ഥയാണ്. മഴയൊന്നു പെയ്താൽ മെയിൻ റോഡിൽ നിന്നുമുള്ള വെള്ളം കുത്തിയൊഴുകി വന്ന് ഈ വഴി വെള്ളക്കെട്ടിൽ മുങ്ങുന്നത് സ്ഥിരം സംഭവമാണ്. സഞ്ചാരയോഗ്യമായ പാത വേണം എന്ന ആവശ്യമുന്നയിച്ച് ദുരിതം അനുഭവിക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങൾ നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർ പ്രദേശത്ത് സന്ദർശനം നടത്തുക എന്നല്ലാതെ നിലവിൽ ഇവിടെ സഞ്ചാരയോഗ്യമായ പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ലെന്നും ഈ പ്രദേശത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. മാങ്ങാട്ടടം പഞ്ചായത്ത് ഒരു സ്ഥലത്തും കാണിയല്ല. കാരണം ഇതുപോലെ കുത്തി മേളിൽ നിന്ന് തന്നെ കോളേജിൻ്റെ അവിടെ നിന്നിട്ടുള്ള വെള്ളം ഒഴുകി വരുന്ന ഒരു ഇടവഴിയാണിത്. അപ്പോൾ നമ്മൾ ഒത്തിരി വീട്ടുകാരില്ല നടക്കുന്നതാണ്. പല പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് പല കമ്മിറ്റികളിലൊക്കെ പറഞ്ഞിട്ടൊന്നും നടന്നില്ല. ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനൊന്നും പറയാറുമില്ല, മീറ്റിങ്ങിന് പോകാറുമില്ല, നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ഇത് പ്രൈവറ്റ് റോഡാണെന്നാണ് അവർ പറയുന്നത്. പ്രൈവറ്റ് ആണെന്ന്, ഇത് വേറെ റോഡുമായിട്ട് മുട്ടുന്നില്ല എന്നുള്ളതാണ് സാങ്കേതികത അവർ പറയുന്നത്. ഒരുപക്ഷെ അത് നിയമപരമായിട്ട് ശരിയായിരിക്കാം. പക്ഷേ എന്നാലും ഇവിടെ ഒരു 8-10 വീട്ടുകാരുണ്ടല്ലോ, അങ്ങോട്ട് നടന്നു പോകുന്ന വർഷങ്ങളായിട്ട് കാലാകാലങ്ങളിൽ ആൾക്കാരെല്ലാം നടന്നു പോകുന്നതാണ് ഈ വയലിലൂടെ. കുറുമ്പക്കൽ നിന്ന് മുട്ടുന്ന റോഡാണ്, ഒരു നടപ്പാതയാണ്. അപ്പോൾ ഇത് വീതി കൂട്ടുകയോ അതല്ലെങ്കിൽ സ്ലാബ് വർക്കോ എന്തെങ്കിലും ചെയ്തു തന്നാൽ ഇവിടെയുള്ള നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും ഇത് വലിയ ഉപകാരമായിരിക്കും. അതേ നമുക്ക് പഞ്ചായത്തിനോട് അപേക്ഷിക്കാനുള്ളത്. ഫണ്ടില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഫണ്ടില്ലെങ്കിൽ ജനങ്ങളുടെ സഹകരണം, നമ്മുടെയൊക്കെ ചെറിയ സഹകരണം കൂടെ കൂട്ടി നമുക്കിത് ഉണ്ടാക്കാമെന്നുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് വ്യക്തിപരമായിട്ടുള്ളത്. അത്രയും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സഹകരിക്കണം. കാരണം ഉപഭോക്താവ് നമ്മളും ആയതുകൊണ്ട് പഞ്ചായത്ത് തന്നെ നടക്കി, അല്ലെങ്കിൽ നമ്മളും കൂടി സഹകരിച്ച് നമുക്ക് ഇത് സംയുക്ത മേഖലയിലായിട്ട് ഇത് ജോയിൻ്റായിട്ട് നമുക്ക് എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് റോഡാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമാണ്. ഒരു വ്യക്തിക്കല്ല, ഒരു കുടുംബത്തിനല്ല, പല കുടുംബങ്ങൾക്കും ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരം. ഇതേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ മക്കളും എല്ലാം ഇരക്കോടി സ്കൂളിലെല്ലാം പോകുന്നതാണ്. ആ റോഡിൽ അതുകൊണ്ട് ഭയങ്കര പ്രശ്നത്തിലാണുള്ളത്. കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ്. അസുഖമായി കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വരാൻ തന്നെ വഴിയില്ല. ഈ നടന്നു പോകേണ്ട ചെറിയൊരു കല്ല് കെട്ടിയൊരു വഴിയാണുള്ളത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരേണ്ട വഴി സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷൻ്റെ വരേണ്ട ആക്കി തന്നു കഴിഞ്ഞാൽ അത്രയും ഉപകാരമാണ്. നല്ല വെള്ളം വന്നിട്ട് കുട്ടികൾക്ക് വഴി പോകാൻ തന്നെ പറ്റുന്നില്ല. മാങ്ങാട്ടടം പഞ്ചായത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത്രയും ഫണ്ടില്ലാന്ന്. ഞാൻ ഫോട്ടോ പരാതിയെല്ലാം അയച്ച് തന്നതാണ്. അതെല്ലാം പിന്നെ അവർ PWR എഞ്ചിനീയർ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും സ്ലാബിൻ്റെ ഇത് നോക്കിയിട്ട് അളവെല്ലാം എടുത്ത് പോയതാണ്. അപ്പോൾ അവർ വിളിച്ചാൽ 40 ലക്ഷം റുപ്യ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫണ്ടൊന്ന് പെട്ടെന്ന് മാങ്ങാട്ടടം പഞ്ചായത്തിൽ പാസ്സാക്കി തന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ പ്രാവശ്യത്തെ വെള്ളത്തിൽ ഫുള്ള് വെള്ളം കയറും. അങ്ങനെ മെയിൻ റോഡ് മുന്നിൽ വരുന്ന വെള്ളമാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊന്നും വഴി പോകാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ സഞ്ചാരയോഗ്യമായ പാത ഇല്ലാത്തതിനാൽ തന്നെ പ്രദേശത്തെ അസുഖബാധിതരായവരെ ചുമന്നുകൊണ്ടോ കസേരയിലിരുത്തിയോ പ്രധാന റോഡിലേക്ക് എത്തിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇപ്പോൾ 7 കൊല്ലത്തോളമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. അന്നേരം വരുന്ന മുതലേ ഈ വഴി ഇതിലും മോശമായിരുന്നു ആ വഴി. ഇപ്പം അവിടെ ഒരു വീട്ടുകാർ സ്ഥലം വാങ്ങിയതിന് ശേഷം മാത്രമാണ് പിന്നെയും കുറച്ചൊരു റോഡ് പോലെയായിട്ട് ഇങ്ങോട്ടേക്കെല്ലാം വണ്ടി വരാൻ തുടങ്ങിയത്. ഇവിടുത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, 10-35 കൊല്ലം കിടപ്പിലായിരുന്നു. കിടപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അംഗവൈകല്യം മൂലം, അതായത് തലച്ചോറ് ചുരുങ്ങുന്ന അസുഖമായിരുന്നു. ആ കുട്ടീനെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ പോലും വീൽ ചെയറിൻ്റെയോ അല്ലെങ്കിൽ ഒരാൾ ചുമലിലിട്ടിട്ട്, എൻ്റെ ഹസ്ബൻഡ് ചുമലിലിട്ടിട്ടാണ് മെയിൻ റോഡിൽ കൊണ്ടുപോകുക. അത്രയും ഗതികെട്ട ഒരു ഇതിലായിരുന്നു ജീവിതം ഉണ്ടായത്. കുട്ടി ലാസ്റ്റ് ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ ഈ ഇടവഴിയും ഇതും കടന്ന്, പിന്നെ മഴയെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തീരെ വരാൻ പറ്റുന്ന അവസ്ഥയല്ല. കഴിഞ്ഞ മഴക്കാലത്ത് ഫുള്ള് കുത്തി ഒലിച്ച് വന്ന് കുട്ടികളെയും കൊണ്ട് ആ ഒരു
റോഡ് കിടക്കുന്നത്, നമ്മൾ ആ കാല് അത് ചവിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങുള്ള പുഴയിലെത്തും. അത്രയും വെള്ളം ഒലിപ്പിൻ്റെ ശക്തി കൊണ്ട് അത്രയും ഇതായിട്ടായിരുന്നു. വളരെയേറെ ദുരിതമനുഭവിച്ചാണ് സമീപ പ്രദേശവാസികൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്. എന്ന് സഞ്ചാരയോഗ്യമായ പാത ഇവിടെ സാഫല്യമാകും എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഇവിടെ പാത നിർമ്മിക്കണമെങ്കിൽ വലിയ ഫണ്ട് ആവശ്യമായി വരുമെന്നും ഫണ്ട് ലഭ്യമായാൽ ഉടനടി സഞ്ചാരയോഗ്യമായ പാത നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ മറുപടി. വിഷയത്തെ സംബന്ധിച്ച് പ്രദേശവാസികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.